ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണോ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഏതാ ഈ കാണിച്ച സ്ട്രീറ്റ് അറിയോ? ഇതിൻ്റെ പേര് SM സ്ട്രീറ്റ് എന്നാണ് അല്ലേ? എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഈ SM സ്ട്രീറ്റ്. അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഉണ്ടാകും. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ SM സ്ട്രീറ്റിന് SM സ്ട്രീറ്റ് എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്നറിയോ? അറ്റ്ലീസ്റ്റ് എത്ര കോഴിക്കോട്ടുകാർക്ക് അറിയാം ഈ SM സ്ട്രീറ്റ് എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന്? ഞാൻ തന്നെ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഈ SM സ്ട്രീറ്റ് എന്നുള്ള പേര് വന്നത് സ്വീറ്റ് മീറ്റ് എന്ന വേർഡിൽ നിന്നാണ് അത്രേ. അപ്പോൾ തുർക്കികൾ നമ്മളെ നാട്ടിൽ വന്ന സമയത്ത് ഈ മധുരമുള്ള ഇറച്ചി കട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു സാധനം കണ്ടു. നമ്മുടെ ഹലുവയാണ് സാധനം കേട്ടോ. അപ്പോൾ ഇത് ധാരാളം കിട്ടുന്ന സ്ഥലം ആണ് നമ്മുടെ SM സ്ട്രീറ്റ്. അപ്പോൾ അത് വിൽക്കുന്ന സ്ഥലം, അത് കിട്ടുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണത്രേ ഇതിന് SM സ്ട്രീറ്റ് എന്നുള്ള പേര് കിട്ടിയത്. ഓക്കെ, അപ്പോൾ SM സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് മീറ്റ് കിട്ടുന്ന സ്ട്രീറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, അതൊക്കെ പോട്ടെ. ഞാൻ പറയാൻ വന്നത് നമ്മളെ ഹലുവനെ കുറിച്ചാണ്. ഈ ഹലുവ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമായിരിക്കും അല്ലേ? എന്തൊക്കെ കളറിലല്ലേ ഇത്? മഞ്ഞ കളറിൽ, ചുവന്ന ഹലുവ, പച്ച ഹലുവ, അങ്ങനെ പല കളറിലും ഈ ഹലുവകളൊക്കെ കിട്ടാറുണ്ട്. ഈ ഹലുവകൾക്കൊക്കെ പല കളേഴ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾക്ക് പല നിറങ്ങൾ നൽകുന്നത് പല പല ഫുഡ് കളറിങ് ഏജൻറ്റുകൾ ചേർക്കുന്നതുകൊണ്ടാണ്. ഈ ഫുഡ് കളറിങ് ഏജൻറ്റ് എന്ന് പറയുന്ന സാധനമാണെങ്കിലോ PSCക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരുന്നതാണ്. നമുക്ക് കുറച്ച് ഫുഡ് കളറിങ് ഏജൻറ്റുകൾ പരിചയപ്പെട്ടാലോ? കമോൺ. ആദ്യം തന്നെ നമുക്ക് ചുവപ്പായിക്കോട്ടെ. ഈ ചുവന്ന കളർ ആഹാര പദാർത്ഥത്തിന് നൽകുന്ന രാസവസ്തു എരിത്രോസിനാണ്. ഒന്ന് എരിത്രോസിൻ, പിന്നൊന്ന് കാർമോയ്സിൻ, പിന്നൊന്ന് FONC4R. ഇപ്പോൾ 3 വസ്തുക്കളുണ്ട് ആഹാര പദാർത്ഥത്തിന് ചുവന്ന നിറം. ഇതിപ്പോൾ എങ്ങനെയാ ഒന്ന് ഓർത്ത് വയ്ക്കുക? ഇങ്ങനെ ആലോചിക്കുക. ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു ചുവന്ന കറിയാണ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ എന്തായിരിക്കും ആദ്യത്തെ ഫീല്? അപ്പോൾ ഭയങ്കര എരിവായിരിക്കും എന്നാണ് ഇല്ലേ? അപ്പോൾ എരിവുള്ള കറികൾക്കൊക്കെ ചുവന്ന നിറമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്കിത് പഠിക്കാം. എരിവുള്ള എരിത്രോസിൻ കറികൾ, കാർമോയ്സിൻ, ചുവന്ന നിറം. എരിവുള്ള കറികൾക്ക് ചുവന്ന നിറം. എരിത്രോസിൻ, കാർമോയ്സിൻ ആഹാര പദാർത്ഥത്തിന് ചുവന്ന നിറം. സെറ്റാണല്ലോ. പിന്നെ FONC4R കൂടി ഉണ്ട്, ഓർത്ത് വെക്കുക. 4R റെഡ് ഉണ്ടല്ലോ അതിൽ, അങ്ങനെ ആലോചിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മഞ്ഞ നിറം. മഞ്ഞ അല്ലേ? മഞ്ഞ നിറം നൽകുന്ന രാസവസ്തുത ഈ അടുത്തുകൂടി PSCക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ആഹാര പദാർത്ഥത്തിന് മഞ്ഞ നിറം നൽകാൻ ചേർക്കുന്ന ഒരു സാധനം ടാർട്രസിനാണ്, ടാർട്രസിൻ. പിന്നൊന്ന് സൺസെറ്റ് യെല്ലോ. ആ സൺസെറ്റ് യെല്ലോ എന്ന് പറയുന്നത് പിന്നെ പേര് തന്നെ ഉണ്ട്, അത് നമുക്കിന്നെ പഠിക്കാൻ വേറെ ട്രിക്കൊന്നും വേണ്ട അല്ലേ? പക്ഷേ ഈ ടാർട്രസിൻ എങ്ങനെയാണ് പഠിക്കാന്നറിയോ? ടർമറിക് അല്ലേ? ടർമറിക് മഞ്ഞ കളറല്ലേ? അപ്പോൾ ടർമറിക്, ടാർട്രസിൻ, അങ്ങനെ ആലോചിക്കുക. മഞ്ഞ കളർ കിട്ടാൻ ടാർട്രസിൻ. പക്ഷേ ഈ മഞ്ഞ കളർ ചേർക്കാനേ ഇതൊക്കെ അലൗഡാ. പക്ഷെ അലൗഡ് അല്ലാത്തൊരു സാധനമൊക്കെ ചേർത്തിരുന്നു ആളുകൾ ആദ്യം. അതായത് മെറ്റാനിൽ യെല്ലോ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ മെറ്റാനിൽ യെല്ലോ എന്ന് പറയുന്ന കളറ് നമ്മളെ ഡ്രസ്സിനും അതുപോലെ പേപ്പറിനൊക്കെ മഞ്ഞ കളർ കൊടുക്കാനാണ്. പക്ഷേ എസ്പെഷ്യലി ചില ആളുകളൊക്കെ നമ്മൾ ബിരിയാണിയിൽ, നൂഡിൽസിലൊക്കെ ചേർത്തിരുന്നു. ഇടയ്ക്ക് വെച്ച് നൂഡിൽസിനൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കളർ, അതായത് മെറ്റാനിൽ യെല്ലോ എന്ന് പറയുന്ന കളർ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇത് അലൗഡ് അല്ല, യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വേറെയും പരിചയം ഉണ്ടാവും നിങ്ങൾക്ക്. പണ്ടൊക്കെ ഈ ബിരിയാണി വെക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ബിരിയാണി എല്ലാം സെറ്റാക്കിയിട്ട് അതിന് മുകളിലൊരു കളർലെസ് ലിക്വിഡ് ഇങ്ങനെ കുടയും അല്ലേ? എന്നിട്ട് അങ്ങ് ദമ്മിട്ട് അടച്ച് വെക്കും. പിന്നെ ആ ദമ്മ അങ്ങ് തുറക്കുമ്പോൾ ഓരോ അരിയിലും മഞ്ഞ കളർ ഉണ്ടാവില്ലേ? അതൊക്കെ ഈ മെറ്റാനിൽ യെല്ലോൻ്റെ യൂസാണ്. അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ 3 കളേഴ്സ്, അതിൽ 2 കളറ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ പച്ച കളർ. പച്ച കളർ ഓർത്തിരിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഫാസ്റ്റ് ഗ്രീൻ പേരിൽ തന്നെ ഉണ്ട്. ആഹാര പദാർത്ഥത്തിന് പച്ച നിറം നൽകാൻ ചേർക്കുന്ന രാസവസ്തു ഫാസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്നതാണ്. ദെൻ അടുത്ത കളർ വന്നിട്ട് നീല. ഓക്കെ, നീല കളറിലെ നമ്മൾ റെയിൻബോ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നീല ഭാഗം വരാൻ വേണ്ടി ചേർക്കുന്ന കളറ് ഇൻഡിഗോ കാർമൈൽ എന്ന് പറയുന്ന കളറാണ്. ഇൻഡിഗോ കാർമൈൽ. ഓക്കെ, അപ്പോൾ ആഹാര പദാർത്ഥത്തിന് 4 നിറങ്ങൾ ചേർക്കുന്ന ചില രാസവസ്തുക്കൾ പഠിച്ചല്ലോ. നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. താങ്ക് യു.